സാർ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? അറ്റോമിക് ഹാബിറ്റ്സ് വായിക്കാതെ സാർ എന്താ ഈ ബുക്ക് വായിച്ചിട്ട് മനസ്സിലായി? അറ്റോമിക് ഹാബിറ്റ്സ് എനിക്ക് തോന്നുന്നു ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള പുസ്തകമാണ്. ഒരുപാട് ചേഞ്ചസ് എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഞാൻ റെഫർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പുസ്തകമായിരുന്നു അറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നമുക്കതൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ചോദിച്ചാൽ നന്നായി. അപ്പോൾ നമുക്കത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ആളുകൾക്ക് എത്തിക്കാം. ഓക്കെ, എന്ത് കണ്ടന്റ് എന്നുള്ള സമയത്താണ് ചോദ്യം നന്നായത്. ഞാനിവിടെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കണ്ടന്റാണ് ആക്ച്വലി ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കോണ്ടന്റ് ആക്കിയിട്ട് അങ്ങോട്ട് ഡെലിവർ ചെയ്യാതെ. അറ്റോമിക് ഹാബിറ്റ്സിൽ ഞാനിത് പുസ്തകം വായിക്കുകയാണെങ്കിൽ ഇതിൽ സ്വാഭാവികമായിട്ടും കുറേ വരെ ഒക്കെ കിട്ടും, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ. പക്ഷെ എനിക്ക് ഓർമ്മയുള്ള കുറച്ച് പോയിന്റ്സ് പറയാം. ബുക്കിലേക്ക് റെഫറൻസിന് നമുക്ക് പിന്നെ പോകാം. ഓർമ്മയുള്ള ഒരു പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഞാൻ പഠിച്ചിരിക്കുന്നത് ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾക്ക് ലൈഫിലുണ്ടാവുന്ന ഒരു ദിവസം ഉണ്ടാവുന്ന 1% ചേഞ്ച് ഉണ്ടല്ലോ, അതങ്ങനെ നമ്മളൊരു വർഷം കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ 37 മടങ്ങ് നമ്മളുടെ ലൈഫ് ഇമ്പ്രൂവ് ആവുന്നതാണ്. മറ്റേത് പറയുമ്പോൾ വളരെ സിമ്പിൾ കാര്യമല്ലേ, ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 1% ചേഞ്ച് എന്നൊക്കെ. പക്ഷെ ഒരു ദിവസത്തിൽ 1% ചേഞ്ച് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മളതിങ്ങനെ ഇതാക്കിയാൽ മതി. എനിക്ക് ഇന്നൊരു 10 രൂപ എടുത്ത് വെക്കുന്ന ശീലം ഉണ്ടായിരുന്നു. നാളെ ഞാൻ 10 രൂപയും കൂടിയിട്ട് 20 രൂപ എടുത്ത് വെക്കുന്ന ശീലമാക്കി. മറ്റന്നാൾ ഞാൻ 30 രൂപയാക്കിയത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ 10 രൂപ വെച്ച് ഞാൻ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ എനിക്ക് 300 രൂപയും കിട്ടുക. പക്ഷെ ഇതിങ്ങനെ ഓരോ ദിവസവും 10 രൂപ വെച്ച് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് 10 രൂപ വെച്ചു, സെക്കൻഡ് ഡേയ്സിൽ ഞാൻ 20 രൂപ വെച്ചു, 3 30 രൂപ വെച്ചു, 4 40 രൂപ വെച്ചു, 5 50 രൂപ വെച്ചു. അപ്പോൾ എത്രയായി? 50 + 40 90 + 30 120, 120 + 20 140 150 രൂപ 5 ദിവസം കൊണ്ട്. അപ്പോൾ 50 രൂപ അതിന് 3 ഇരട്ടിയായില്ലേ? ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ആ ഒരു ശീലം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾക്ക് ഒരു എക്സസൈസ് ചെയ്യുന്ന ശീലമല്ല. അയാൾ എന്ത് ചെയ്യാണ്, ഇപ്പം മുതൽ ജിമ്മിൽ പോയി തുടങ്ങി ഒരു വർഷം കഴിയുമ്പോൾ അയാളുടെ ബോഡി എന്തായിരിക്കും, അയാൾ ഉദ്ദേശിച്ച 6 പാക്ക് ബോഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇങ്ങനെ മ്യൂസിക്കിനോട് താല്പര്യമുള്ള ഒരാൾ മ്യൂസിക്കിന് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് അയാളുടെ ഡെയിലി നമ്മൾ സ്പെൻഡ് ചെയ്യാണ്. ഇപ്പോൾ ഡെയിലി നമ്മൾ ബുക്ക് വായിക്കുന്ന ശീലം തന്നെ, ഡെയിലി നമ്മൾ ഒരു 5 മിനിറ്റ് ബുക്ക് വായിക്കാനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ 37 മടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കോമ്പൗണ്ട് എഫക്റ്റ് ആണ്. 37 മടങ്ങ്, 37% അല്ല, 37 മടങ്ങ് എന്നുള്ളൊരു റിസർച്ചിന് ശേഷം പറയുന്നത്. ഇതെൻ്റെ ലൈഫിൽ എനിക്ക് വലിയൊരു തിരിച്ചറിവ് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ അതിന് പഠിച്ചൊരു കാര്യം, നമുക്കൊരു ശീലം ഉണ്ടാവുന്നത് സൂചനയിൽ നിന്നാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ ബുക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ രാവിലെ മുമ്പിൽ കാണുന്ന ഈ ബുക്ക് ഇപ്പോൾ അപ്പുറത്ത് നമ്മുടെ ഷെൽഫിലാണെങ്കിൽ രാഹുൽ എന്നോട് ക്വസ്റ്റ്യനെ ചോദിക്കുമോ? ഇല്ല, ഈ പുസ്തകം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് എന്തുണ്ടായത്, രാഹുൽ പുസ്തകം എന്നോട് ചോദിച്ചത്. അപ്പൊ ആ പുസ്തകം ഇവിടെ ഉണ്ടായത് കൊണ്ട് രാഹുലിന് അത് വായിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായി. അപ്പൊ സൂചന, നമുക്കൊരു ശീലം ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്താ പറയുക, ഇതിന്റെ ഈ ഒരു പുസ്തകത്തിന്റെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, നമുക്കൊരു ശീലം ഉണ്ടാവണമെങ്കിൽ ആദ്യം ഉണ്ടാവുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് സൂചനയാണെന്നുള്ളത്. ഒരു സൂചന, ഇതിനെ പറയുന്ന സൂചന. പിന്നീട് നമുക്കത് ആഗ്രഹമായിട്ട് മാറും. വേറെ എക്സാമ്പിൾ പറയാം. ഞാൻ രാഹുൽ തന്നെ നമ്മൾ നടന്നിങ്ങനെ പോകുന്ന സമയത്താണ് നമുക്ക് എവിടെ എത്തിയപ്പോൾ ഒരു ഷവായിന്റെ സ്മെല്ല് ഇട്ടുണ്ടോ അല്ലേ? അപ്പോൾ ഷവായിന്റെ സ്മെല്ല് ഇട്ടിയപ്പോൾ പറഞ്ഞു, ഷവായിന്റെ സ്മെല്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഷവായിന്റെ സ്മെല്ലില്ലേ, എങ്കിൽ നമുക്ക് ഷവായ കഴിക്കാന്നല്ല. അപ്പൊ ആദ്യം സൂചനയാണ് എന്തിനും ഉണ്ടാവുക, അത് പിന്നെ ആഗ്രഹമായിട്ട് മാറും. ആ ആഗ്രഹത്തിനൊരു പ്രതികരണം ഉണ്ടാവും. ഷവായിന്റെ സൂചന കിട്ടിയ നമുക്ക് ഷവായ കഴിക്കണോ? അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നോമ്പിന് മുമ്പാണ് കഴിക്കണമെന്ന് തീരുമാനിച്ചു, നമ്മളൊരു പ്രതികരണം ഉണ്ടായി. ആ പ്രതികരണ റിസൾട്ടിലേക്ക് നമ്മൾ ഷവായ കഴിച്ചു. ഇങ്ങനെ ഏതൊരു കാര്യം, ഇപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ കുറെ ആപ്പിൾ ഉണ്ട്, നമ്മൾ ചിലപ്പോൾ കഴിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ അച്ഛനും അമ്മയും നമ്മൾ ഡെയിലി ടൈമിൽ ഒരു ആപ്പിൾ കൊടുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതെടുത്ത് കഴിക്കും. അപ്പൊ അത് രണ്ടാമത് ഞാൻ പഠിച്ചൊരു കാര്യം, ഒരു സൂചന എന്ത് ചെയ്യും, ആഗ്രഹത്തിലേക്കും ആ ആഗ്രഹം ഒരു പ്രതികരണത്തിലേക്കും അത് റിസൾട്ടിലേക്കും നമ്മൾ എത്തിക്കും. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പൊ പുസ്തകം ഞാനത് ചെയ്യാറ്, ഏതെങ്കിലും ഒരു പുസ്തകം എപ്പോഴും എന്റെ ബാഗിലിട്ട് കൊണ്ടു നടക്കും. അപ്പൊ ഈ പുസ്തകം കാണുമ്പോൾ നമുക്കൊരു സൂചന ഉണ്ടാവും അല്ലെ? കയ്യിൽ വാച്ചിനെങ്കിൽ നമ്മൾ ഇടയ്ക്ക് സമയം നോക്കും. കണ്ണാടി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ ഇങ്ങനെ എന്ത് ചെയ്യും, താടിയും മീശൊക്കെ ഇങ്ങനെ ശരിയാക്കി ഉണ്ടാക്കും. ഇതൊക്കെ നമ്മളെ ഈ ആഗ്രഹങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സൂചനയാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമുക്ക് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ സൂചന നമ്മൾ മുമ്പിൽ നിന്ന് ഇനി ഒഴിവാക്കാനുള്ളതാണെങ്കിലോ നമ്മൾ മാറിയിരിക്കുക. അപ്പൊ ഞാൻ ചെയ്യാറുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ബെഡിൽ ഇങ്ങനെ ചാരി നിന്നിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സ്വാഭാവികമായിട്ട് ആദ്യം ഞാൻ അങ്ങനെ ചാരി ഇരിക്കുക ചെയ്യുക. കുറച്ചും കൂടെ കഴിയുമ്പോൾ എൻ്റെ കാല് കുറച്ചും കൂടെ നീണ്ടു പോകും. അങ്ങനെ പിന്നെ അത് കിടത്തത്തിലേക്ക് പോകും. കാരണം ബെഡ് ഒരു സൂചനയാണ് കിടക്കാനുള്ള. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സോഫയിലൊക്കെ ഒന്ന് സംസാരിക്കാൻ കാലൊക്കെ നീട്ടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കിടക്കുന്നത് നമ്മളായിരിക്കും കാണാൻ പറ്റുക. സോ അങ്ങനത്തെ നമ്മളുടെ ശീലങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളുടെ സൂചന ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഈ ഒരു പുസ്തകത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ്. ഒരു കാര്യം കൂടെ പറയാം, അതാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ഇതും എൻ്റെ ലൈഫിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ ഒരു
തിയറി, ഒരു പൂച്ചയുടെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ആ പുസ്തകത്തിന്റെ പേജിൽ പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ രാഹുൽ തന്നെ, ഇപ്പൊ രാഹുൽ കാർഡ് ഇങ്ങനെ ഇതാക്കി, ഇതൊരു നമ്മളിങ്ങനെ ചെയ്ത് പോകുന്ന ശീലമാണല്ലോ. അപ്പം നമുക്കൊരു ശീലം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് രാഹുലിന് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ശീലം പറഞ്ഞ് ഈ ഒരു ശീലം എനിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നന്നാവും. എന്തൊരു ശീലം? എനിക്ക് ജിമ്മിൽ പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പോയിട്ടുണ്ടായിരുന്നു. കുറച്ചായിട്ട് ഇതേപോലെ മടിയൊക്കെ പിടിച്ചിട്ട് ഒന്ന് സ്റ്റോപ്പ് ആയത്. വീണ്ടും അതായത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ട്. പഴയ പോലെ 6 പാക്ക് ബോഡിയൊക്കെ ഉണ്ടാക്കിയൊക്കെ അതൊരു മാർഗമുണ്ട്. നമ്മൾ നിലവിലുള്ള ശീലത്തിന്റെ കൂടെ ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഞാൻ ജിമ്മിലേക്കായിരിക്കും പോവുക. ഓക്കെ, അല്ലെങ്കിൽ രാവിലെ ഞാൻ എണീറ്റ് പ്രാതൽ കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ജിമ്മിലേക്കാണ് പോവുക. ഓക്കെ, ഇങ്ങനത്തെ ഒരു ശീലം നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. ഒരു ഉള്ള ശീലത്തിനോട് കൂടെ ആഡ് ചെയ്യുന്നതാണ് സ്റ്റാക്കിംഗ് എന്ന് പറയും. അപ്പൊ ഇനി ജിമ്മിൽ പോകാനുള്ള സൂചന കിട്ടണമല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? രാവിലെ എന്താ ചെയ്യേണ്ടത്? ജിമ്മിൽ പോകാനുള്ള ഡ്രസ്സസ്, ജിമ്മിൽ പോകാനുള്ള ഷൂവ്, ഇതൊക്കെ റെഡിയാക്കി വെക്കുക രാത്രി തന്നെ. അപ്പൊ രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്താ കാണുക, അപ്പൊ ഇത് എടുക്കാനും സ്വാഭാവികമായിട്ട് നമുക്ക് പോകാൻ തോന്നും. അപ്പൊ ഉള്ള ശീലത്തിനോട് കൂടെ ആഡ് ചെയ്യുന്നതാണ് സ്റ്റാക്കിംഗ് എന്ന് പറയും. ഉദാഹരണം, ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് കഴിക്കുന്നുണ്ട്, ലഞ്ച് കഴിച്ച ഉടൻ ഞാൻ എന്ത് ചെയ്യും, 5 പേജ് പുസ്തകം വായിക്കും. അതിനെയാണ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. കുറെ ബോറടിക്കണം. ഈ 3 കാര്യം പോരെ. ഞാൻ ഒരുപാട് കാര്യം പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത 3 കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇത് രാഹുൽ ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യും, ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് ഉണ്ടാകും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.